അഭിമന്യുവിൻ്റെ മൃത്യു ദർശിച്ചുകൊണ്ട് നിൽക്കുന്ന യുധിഷ്ഠിരൻ അന്ന് യുദ്ധാന്ത്യം പർണശാലയിൽ എത്തി ഹൃദയം പൊട്ടി വിലപിക്കുന്നു. യുധിഷ്ഠിരനും മറ്റുള്ളവരും അങ്ങനെ വിലപിക്കുന്ന വേള സാക്ഷാൽ വേദവ്യാസൻ അഭിമന്യു വിയോഗം ഗ്രഹിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു. അഭിമന്യുവിൻ്റെ വിയോഗത്തിൽ തകർന്നു നിൽക്കുന്ന യുധിഷ്ഠിര ചക്രവർത്തിയോട് വേദവ്യാസൻ ആശ്വാസരൂപേണ പല ഉദാഹരണങ്ങൾ പറഞ്ഞു നൽകുന്നു. ആ സന്ദർഭത്തിൽ പറഞ്ഞു നൽകുന്ന ഒന്നാകുന്നു മൃത്യുവിൻ്റെ ജനനം. അത് ഇപ്രകാരം ആകുന്നു. ഇത് നാരദ മഹർഷി അകമ്പനൻ എന്നൊരു മഹാരാജാവിന് പറഞ്ഞു നൽകിയ കഥയാകുന്നു. പുത്ര, നീ ഇത് ശ്രവിച്ചാലുമെന്ന് പറഞ്ഞുകൊണ്ട് വേദവ്യാസൻ തുടരുന്നു. അകമ്പന മഹാരാജാവിന് അത്യധികം ദുസ്സഹമായ പുത്രദുഃഖം ബാധിച്ചു. അങ്ങനെ വിലപിച്ച് ദുഃഖിതനായി കഴിയും കാലത്ത് അദ്ദേഹത്തിൻ്റെ പക്കൽ ദേവഋഷിയായ നാരദർ എത്തിച്ചേരുന്നു. പുത്രന്റെ മൃത്യുവിവരം അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അകമ്പന രാജാവ് പറയുന്നു. നാരദമുനിയാകട്ടെ മഹാരാജാവിനോടായി മൃത്യുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു. സൃഷ്ടി നടത്തി തുടങ്ങിയ കാലത്ത് ത്രിമൂർത്തികൾ സംഹാരത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ ത്രിമൂർത്തികളിലെ ബ്രഹ്മന് കോപമുണ്ടാകുന്നു. ആ കോപത്തിൽ നിന്നും അഗ്നി പിറവികൊള്ളുന്നു. അങ്ങനെ അഗ്നി പ്രപഞ്ചമാകെ പടർന്നു പിടിച്ചു. അഗ്നി ഇങ്ങനെ പടർന്നു പിടിക്കുന്നത് കണ്ട് സൃഷ്ടിക്ക് വിനാശം സംഭവിക്കുമെന്ന് ഭയന്നുകൊണ്ട് വിഷ്ണു മഹേശ്വരന്മാർ ബ്രഹ്മലോകത്ത് എത്തിച്ചേരുന്നു. അങ്ങനെ ബ്രഹ്മാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ത്രിമൂർത്തികൾ അഗ്നിയെ ശമിപ്പിക്കുന്നു. അങ്ങനെ അഗ്നി ശമിക്കും വേള വിശ്വഗോക്കളിൽ നിന്നും ഒരുവൾ പിറവികൊള്ളുന്നു. അവളുടെ രൂപം കരിഞ്ചുവപ്പ് കലർന്ന മഞ്ഞ നിറത്തിലുള്ളവളാകുന്നു. രക്ത ജിഹ്വാസിയാകുന്നു. രക്തദ്രഷ്ടിയാകുന്നു. തപ്തമായ കുണ്ടലം ചാർത്തിയിട്ടുള്ളവളാകുന്നു. തമമായ ഭൂഷണങ്ങൾ അണിഞ്ഞിട്ടുള്ളവൾ ആകുന്നു. അങ്ങനെ വിശ്വസൃഷ്ടി സംഹാരികയായി അവൾ പിറവികൊണ്ടു. ആ ദേവന്മാർ മൂവരും ചേർന്ന് അവളെ മൃത്യോ എന്ന് പേര് ചൊല്ലി വിളിച്ചു. അവളോടായി ത്രിമൂർത്തികൾ, പാരിൽ അവൾക്ക് നിയോഗം നൽകിയിരിക്കുന്നത് മൃത്യുവിൻ്റെ കാരകയായി ആകുന്നു. നീ പ്രജകളെ അവരുടെ സമയമാകുമ്പോൾ സംഹരിക്കുക. അങ്ങനെ സംഹാരം നടത്തിയാലും. അങ്ങനെ മൃത്യുവിനോട് ത്രിമൂർത്തികൾ പറയുന്നു. ഇപ്രകാരമാകുന്നു മൃത്യുവിൻ്റെ ജനനത്തിന് പിന്നിലെ ഹേതുവായ ഇതിവൃത്തം.